ഒരു രാത്രി മഴ പെയ്യുന്ന സമയത്ത് കണ്ണൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ അജയൻ എന്ന യുവാവ് തൻ്റെ പഴയ ജീപ്പ് ഓടിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആ രാത്രി അവൻ കയറിയത് ഒരു പുതിയ വഴിയിലൂടെയായിരുന്നു. ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു പുതിയ വഴി. അതിൻ്റെ രണ്ട് വശത്തും കൊടുങ്കാടുകളായിരുന്നു. മഴ കനത്തു തുടങ്ങി. കാട്ടിലേക്ക് പോകും തോറും പല പല ശബ്ദങ്ങൾ അജയൻ കേട്ടു തുടങ്ങി. വഴിയിൽ ആരുമില്ല, ലൈറ്റ് പോലുമില്ല. കുറേ ദൂരം പോയപ്പോൾ അജയൻ ഒരു പഴയ ബോർഡ് കണ്ടു. വെട്ടംപാറ 1 കിലോമീറ്റർ. അവൻ ആ വഴി പോയി. പക്ഷേ കുറേ ദൂരം പോയിട്ടും വീണ്ടും ആ ബോർഡ് തന്നെ പ്രത്യക്ഷപ്പെട്ടു. ഭയപ്പെട്ട അജയൻ വാഹനം നിർത്തി, നടന്നു പോയി. ഓരോ ദിശയിലേക്ക് പോയിട്ടും അയാൾ വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് തന്നെ എത്തിത്തുടങ്ങി. വേറൊരു വഴിയുമില്ല. വഴിയുടെ ഓരോ ദിക്കിലും ഒറ്റക്കെട്ടായ കാടിൻ്റെ ഇരുട്ട്, മഴയുടെ തുരത്തലുകളും മാത്രമായിരുന്നു. ഇതൊരു ലൂപ്പായിരുന്നെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലാകുന്നത്. ആ കാട്ടിൽ ഒരു വീട് കണ്ട് അവൻ അതിലേക്ക് ചെന്നു. വീട്ടിനുള്ളിൽ ഒരു പഴയ മേശ, അതിലൊരു പഴയ വിളക്ക്, ഒരു കസേര, എല്ലാം അവനെക്കുറിച്ച് അറിയുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. മേശപ്പുറത്ത് ഒരു ഡയറി. തന്നെ രക്ഷിക്കുവാൻ വന്ന ഓരോരുത്തരും ഈ വഴിയിൽ കുടുങ്ങുന്നു. വഴിയില്ല, വേറെ പാതയില്ല. അതിരുകൾ തുറന്നാൽ തന്നെ നീ തുടരേണ്ടത് ഇവിടെ തന്നെയാണ്. ഈ വാക്കുകളായിരുന്നു ആ ഡയറിയിൽ. അജയൻ ഷോക്കായി. അപ്പോൾ വാതിലിൻ്റെ പുറത്തുനിന്ന് ഒരു ശബ്ദം, പിന്മാറ്റമില്ല, ഇനി നീയല്ലേ പുതിയ ഗാർഡിയൻ. കഥ ഇങ്ങനെയായിരുന്നു. ഓരോ വർഷവും ഒരാൾ ഈ ലൂപ്പിലേക്ക് വലിക്കപ്പെടും. അവൻ മറ്റൊരാളുടെ സ്ഥാനം ഏറ്റെടുക്കണം. അജയൻ ഇപ്പോൾ ഈ വഴിയിലേക്കുള്ള ലൂപ്പ് കാത്തിരിക്കുന്നവനാണ്. ഇനി ആരെങ്കിലും ഈ വഴിയിലൂടെ കടന്നു വരും. അത് അജയന് മോചനമാകും. പക്ഷേ വന്ന വ്യക്തി കുടുങ്ങുകയും ചെയ്യും.